അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് മോണിക്ക ലെവിൻസ്കി. 1995 അന്നത്തെ US പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിന്റണുമായി തനിക്കുണ്ടായിരുന്ന ബന്ധം വെളിപ്പെടുത്തിയതിന്റെ പേരിലാണ് വൈറ്റ് ഹൗസിലെ ഇന്റേണായ മോണിക്ക പിന്നീട് ചർച്ചകളുടെയും വിവാദങ്ങളുടെയും പ്രധാന മുഖമായി മാറിയത്. എന്നാൽ മോണിക്കയുടെ വെളിപ്പെടുത്തൽ ക്ലിന്റൺ നിഷേധിക്കുകയാണ് ചെയ്തത്. വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടപ്പോഴും വിവാദ വാർത്തകളെയും US പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിയണമെന്ന പ്രതിപക്ഷ ആവശ്യങ്ങളെയും ക്ലിന്റൺ കണ്ടില്ലെന്ന് തന്നെ വച്ചു. എന്നാൽ ഒടുവിൽ ഇംപീച്ച്മെന്റ് നടപടികളിലേക്ക് വരെ ക്ലിന്റൺ എത്തപ്പെട്ടു. എന്നാൽ പിന്നീട് മാധ്യമങ്ങൾ നിരന്തരം മോണിക്കയെ വേട്ടയാടുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോഴിതാ കാലങ്ങൾക്കിപ്പുറം അന്നത്തെ വിവാദ വാർത്തകളെക്കുറിച്ചും തുടർന്ന് തന്റെ വ്യക്തി ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും തനിക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചും തുറന്നു പറയുകയാണ് മോണിക്ക. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റണുമായുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ തുറന്നു പറച്ചിലുകൾ മോണിക്ക നടത്തുന്നുണ്ട്. താനുമായുള്ള വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ബിൽ ക്ലിന്റൺ രാജിവെക്കേണ്ടത് തന്നെയായിരുന്നുവെന്നാണ് മോണിക്ക വ്യക്തമാക്കുന്നത്. വിവാദങ്ങളിലേക്ക് ഒരു യുവ ഉദ്യോഗസ്ഥയെ ഇട്ടുകൊടുത്ത് അവരുടെ ഭാവി ഇല്ലാതാക്കിയ ക്ലിന്റന്റെ അന്നത്തെ നിലപാടുകളെയും മോണിക്ക വിമർശിക്കുന്നുണ്ട്. മോണിക്കയുടെ ആരോപണം ആദ്യം പുറത്തു വന്നപ്പോൾ ക്ലിന്റൺ നിഷേധിക്കുകയായിരുന്നു ചെയ്തത്. US പോഡ്കാസ്റ്ററായ അലക്സ് കൂപ്പർ ഹോസ്റ്റ് ചെയ്ത കോൾ ഹർ ഡാഡി എന്ന പോഡ്കാസ്റ്റിലൂടെയാണ് മോണിക്ക അന്നത്തെ സംഭവങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്നത്. അങ്ങനെ വീണ്ടും മോണിക്ക ക്ലിന്റൺ വിവാദം ചർച്ച ചെയ്യപ്പെടുകയാണ്. അന്നത്തെ സാഹചര്യം കൈകാര്യം ചെയ്തതിൽ ക്ലിന്റന് വീഴ്ച പറ്റിയെന്നാണ് മോണിക്ക പറയുന്നത്. അന്നുണ്ടായ വിവാദങ്ങൾ തികച്ചും വ്യക്തിപരമായ കാര്യമാണെന്നും അതിൽ മറ്റാരും ഇടപെടേണ്ടതില്ലെന്നും പറഞ്ഞ് രാജിവെക്കുന്നതായിരുന്നു ആ സാഹചര്യം കൈകാര്യം ചെയ്യാനുള്ള ഏറ്റവും മികച്ച മാർഗമെന്ന് മോണിക്ക പറയുന്നുണ്ട്. അതല്ലായിരുന്നെങ്കിൽ വാർത്തകളെ നിഷേധിക്കാതെ തന്റെ കരിയർ ആരംഭിച്ചു തുടങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥയെ വിവാദങ്ങളിലേക്ക് തള്ളിയിടാതെ ഓഫീസിൽ തന്നെ തുടരാനുള്ള മാർഗം കണ്ടെത്തുകയായിരുന്നു വേണ്ടതെന്നും അവർ പറയുന്നുണ്ട്. 1990കളിലെ അഴിമതിയെപ്പറ്റിയും അത് പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങളും വൈറ്റ് ഹൗസും എങ്ങനെ ആ സാഹചര്യത്തെ നേരിടണമായിരുന്നു എന്നുമുള്ള ചോദ്യത്തിനാണ് മോണിക്കയുടെ പ്രതികരണം. നിരവധി ആളുകളെ ബാധിക്കുന്ന വിഷയമായതിനാൽ ചോദ്യം വളരെ സങ്കീർണമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മോണിക്ക അതിന് മറുപടി നൽകിയത്. താൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ തന്നെക്കാൾ വലിയ തെറ്റുകൾ ചെയ്തത് ബിൽ ക്ലിന്റൺ ആണെന്നുമാണ് മോണിക്ക പറയുന്നത്. തന്നെ ഏതെങ്കിലും തരത്തിൽ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടില്ലെന്നും താനും ക്ലിന്റണും തമ്മിലുള്ള ബന്ധം പരസ്പര സമ്മതത്തോടു കൂടി ഉള്ളതായിരുന്നെന്നും മോണിക്ക സമ്മതിക്കുന്നുണ്ട്. എന്നാൽ വാർത്ത പുറത്തു വന്നപ്പോൾ ക്ലിന്റൺ അത് നിഷേധിച്ചപ്പോൾ താൻ നിരന്തരമായ മാധ്യമ വേട്ടയ്ക്കും സാമൂഹികമായ കുറ്റപ്പെടുത്തലുകൾക്കും വിധേയായെന്നും അത് തന്റെ മാനസികാവസ്ഥയെ വരെ ബാധിച്ചെന്നും മോണിക്ക പറയുന്നുണ്ട്. ഏറ്റവും ശക്തനായ വ്യക്തി എന്ന നിലയിൽ തന്നെ ഒരിക്കലും അങ്ങനെ ഒരു സ്ഥാനത്ത് നിർത്താതിരിക്കേണ്ടത് ക്ലിന്റന്റെ ഉത്തരവാദിത്തമായിരുന്നുവെന്നാണ് മോണിക്ക പറയുന്നത്. 1995 മോണിക്ക വൈറ്റ് ഹൗസിൽ ഇന്റേണായി എത്തുന്നത്. ആ സമയത്ത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിന്റണുമായി പരിചയത്തിലാകുകയും പിന്നീട് ഈ പരിചയം രഹസ്യബന്ധത്തിലേക്ക് വളരുകയും ചെയ്തു. ലെവിൻസ്കി പ്രസിഡന്റിന്റെ ഓവൽ ഓഫീസിലേക്ക് ഇടയ്ക്കിടെ എത്തുകയും പിന്നീട് ഈ വിഷയം ഓഫീസിൽ ഒരു മുറുമുറുപ്പായി ഉയരുകയും ചെയ്തതോടെ മോണിക്കയെ പെന്റഗണിലേക്ക് സ്ഥലം മാറ്റി. ബിൽ ക്ലിന്റണുമായുള്ള ബന്ധത്തെക്കുറിച്ച് മോണിക്ക ആദ്യമായി തുറന്നു പറയുന്നത് പെന്റഗണിൽ വെച്ച് സഹപ്രവർത്തകയായ ലിൻഡ ട്രിപ്പിനോടാണ്. എന്നാൽ ഈ വിവരം ലിൻഡ രഹസ്യമായി റെക്കോർഡ് ചെയ്ത് ക്ലിന്റൺ വിരുദ്ധയായ ലൂസിയാൻ ഗോൾബർഗിന്റെ അടുത്തേക്ക് എത്തിച്ചതോടെ പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾക്ക് തുടക്കമായി. ക്ലിന്റൺ ആദ്യം മോണിക്കയുടെ വെളിപ്പെടുത്തലുകളെ നിഷേധിക്കുകയാണ് ചെയ്തത്. എന്നാൽ തെളിവുകൾ പുറത്തു വന്നതോടെ വിവാദം സത്യമാണെന്ന് ക്ലിന്റൺ അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെ കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയതിന്റെ പേരിൽ 1998 ക്ലിന്റനെ ഇംപീച്ച് ചെയ്യുന്നതിലേക്ക് വരെ ഈ വിവാദം നയിച്ചിട്ടുണ്ട്. എന്നാൽ പക്ഷേ 1996 സെനറ്റ് ബിൽ ക്ലിന്റനെ കുറ്റവിമുക്തനാക്കി. അപ്പോഴും മോണിക്കയ്ക്ക് നേരെയുണ്ടായിരുന്ന വേട്ട തുടർന്നുകൊണ്ടിരുന്നു. സമൂഹവും ജനങ്ങളും അവരെ നിരന്തരം കുറ്റപ്പെടുത്തി. തുടർന്ന് അജ്ഞാതയായി കഴിയുകയായിരുന്നു മോണിക്ക. സ്വന്തം ഭാവിയും ആത്മവിശ്വാസവും എല്ലാം തകർന്ന് മാനസികമായി ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന മോണിക്കയെ പിന്നീട് ഫോറൻസിക് സൈക്കോളജിസ്റ്റായ ഡോക്ടർ സൂസനാണ് സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. അലക്സ് കൂപ്പറുമായി നടത്തിയ പോഡ്കാസ്റ്റിൽ തന്നെയാണ് മോണിക്ക ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത്.